ദുരന്തത്തിന്റെ മുറിവുകൾ ഇനിയും ഉണങ്ങാത്ത വയനാടിനെ വീണ്ടും പ്രക്ഷുബ്ധമാക്കി പുനരധിവാസ ടൗൺഷിപ്പിലെ അപാകതകളെ സംബന്ധിച്ച വിവാദം പുകയുന്നു. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടുകൾക്ക് വിള്ളലുണ്ടെന്ന പരാതിയുമായി മുണ്ടക്കൈ സ്വദേശി നൌഫൽ രംഗത്തെത്തിയതോടെ വിഷയം രാഷ്ട്രീയ വടംവലികൾക്കും വഴിവെച്ചിരിക്കുകയാണ്. റവന്യൂ മന്ത്രി കെ രാജന്റെ സന്ദർശനത്തിനിടെയുണ്ടായ നാടകീയ രംഗങ്ങളും അതിനു പിന്നാലെ നൌഫലിന് ലഭിക്കുന്ന ഭീഷണികളും പുനരധിവാസ പദ്ധതിയിലെ സുതാര്യതയെയും ഗുണനിലവാരത്തെയും ചോദ്യം ചെയ്യുന്നതാണ്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കുടുംബത്തിലെ 16 പേരെ നഷ്ടപ്പെട്ട നൌഫൽ വയനാട് ടൗൺഷിപ്പിൽ ലഭിച്ച തന്റെ പുതിയ വീടിന്റെ ചോർച്ചയെയും വിള്ളലിനെയും കുറിച്ച് നൽകിയ പരാതിയാണ് വിവാദങ്ങളുടെ തുടക്കം. കഴിഞ്ഞ ദിവസം ടൗൺഷിപ്പ് സന്ദർശിച്ച മന്ത്രി കെ രാജന്റെ പെരുമാറ്റം തന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ചു എന്ന് നൌഫൽ പറയുന്നു. മന്ത്രിക്ക് കിളി പോയ പോലെയാണ് തോന്നിയത്. വീടിന് വിള്ളലുണ്ടെന്ന് പറഞ്ഞതിന് പിന്നാലെ പല ഭാഗത്തു നിന്നും എനിക്ക് ഭീഷണി വരുന്നുണ്ട്. ഊരാളുങ്കലിലെ ഉദ്യോഗസ്ഥർ എത്തി മാർക്ക് ചെയ്ത വിള്ളലുകൾ മന്ത്രി നേരിട്ടെത്തി മായ്ച്ചു കളയുകയാണ് ചെയ്തത്. എന്നാൽ യഥാർത്ഥ വിള്ളൽ വന്ന ഭാഗം അദ്ദേഹം തൊട്ടിട്ട് പോലുമില്ലെന്ന് നൌഫൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വീടിന്റെ മേൽക്കൂരയിൽ നോക്കിയാൽ വിള്ളലുകൾ കൃത്യമായി കാണാമെന്നും വീടിന്റെ ഉടമസ്ഥനായ തന്നോട് ഒരു വാക്കുപോലും ചോദിക്കാനോ പരാതി കേൾക്കാനോ മന്ത്രി തയ്യാറായില്ലെന്നും നൌഫൽ ആരോപിക്കുന്നു. സ്വന്തമായി കെട്ടിയുയർത്തിയ വീട്ടിൽ കിടന്നുറങ്ങാൻ ഭാഗ്യമില്ലാതെ പോയ തനിക്ക് സർക്കാർ തന്ന വീട്ടിലെങ്കിലും സമാധാനമായി കഴിയണമെന്ന ആഗ്രഹമാണ് ഇപ്പോൾ ഭീഷണിക്ക് വഴിമാറുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുനരധിവാസ പദ്ധതിയിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയതോടെ വിഷയം കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. വയനാട് ടൗൺഷിപ്പിന് മുന്നിൽ പ്രതീകാത്മകമായി കുടിൽ കെട്ടി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിക്കെതിരെ രൂക്ഷമായ പരിഹാസമാണ് ഉയർത്തിയത്. യൂത്ത് കോൺഗ്രസ് നേതാവ് OJ ജനീഷ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മന്ത്രി കെ രാജന്റെ മാനസിക നില തെറ്റിയോ എന്ന് സംശയമുണ്ടെന്നും ചോർച്ചയും വിള്ളലും വിരൽ കൊണ്ട് മായ്ച്ചു കളയാൻ ഇത് കൂട്ടിപ്പാലമല്ലെന്നും പരിഹസിച്ചു. ഭൂകമ്പത്തെ പോലും പ്രതിരോധിക്കുന്ന വീടുകളെന്നാണ് സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ആദ്യ മഴയെ പോലും പ്രതിരോധിക്കാൻ ഈ വീടുകൾക്ക് കഴിയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കളെ ഭീഷണിപ്പെടുത്തി വായടപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നും ജനീഷ് മുന്നറിയിപ്പ് നൽകി. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് ജീവനുകളാണ് പൊലിഞ്ഞത്. ആയിരങ്ങൾ ഭവനരഹിതരായി. ഇവർക്കായി മാതൃകാപരമായ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തിയായി അധികം വൈകാതെ തന്നെ പരാതികൾ ഉയരുന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. നൌഫലിന്റെ വീടിന്റെ ടെറസിലും സീലിംഗിലും ഉള്ള വിള്ളലുകൾക്ക് പുറമെ ഒരു കിടപ്പുമുറിയുടെ വാതിലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നായിരുന്നു പരാതി. ഇത്തരത്തിൽ വീടുകളുടെ ഭിത്തികളിലും മേൽക്കൂരകളിലും വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നത് നിർമ്മാണത്തിലെ അപാകതയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്ന അതിജീവിതരെ ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയ പ്രവർത്തകരോ ഭീഷണിപ്പെടുത്തുന്നു എന്ന നൌഫലിന്റെ വെളിപ്പെടുത്തൽ ഏറെ ഗൗരവകരമാണ്. പരാതികൾ കേൾക്കാനോ പരിഹരിക്കാനോ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന് നൌഫൽ പറഞ്ഞു. മുണ്ടക്കൈ ദുരന്തത്തിൽ എല്ലാം തകർന്നുപോയ മനുഷ്യർക്ക് സർക്കാർ നൽകുന്ന വീട് കേവലം ഒരു കെട്ടിടമല്ല, മറിച്ച് അവരുടെ സുരക്ഷയുടെയും അതിജീവനത്തിന്റെയും അടയാളമാണ്. അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു വിള്ളൽ പോലും ആ മനുഷ്യരുടെ ആത്മവിശ്വാസത്തിന് വലിയ മുറിവേൽപ്പിക്കും. മന്ത്രിയെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ പരാതികളെ അവജ്ഞതയോടെ തള്ളിക്കളയുന്നതിന് പകരം വസ്തുതാപരമായ പരിശോധനകൾ നടത്തി പരിഹാരം കാണുകയാണ് വേണ്ടത്. ദുരിതബാധിതർക്ക് നൽകുന്ന വീടുകൾ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ താക്കോൽ കൈമാറൂ എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത്തരമൊരു പരാതിയുടെ പുറത്ത് മന്ത്രി കെ രാജൻ ഇടപെട്ടതോടെ വിഷയം മറ്റൊരു വിവാദത്തിലേക്കാണ് ഉയർന്നത്. മന്ത്രി കെ രാജനെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് നൌഫൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നേരിടുന്നത്. ഭീഷണികൾക്ക് വഴങ്ങാതെ നീതിക്കായി പോരാടുന്ന നൌഫലിനെ പോലെയുള്ളവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുനരധിവാസ പദ്ധതിയുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്.